നമസ്കാരം, ഗ്രാമപോരിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടാനും നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാനും കോൺഗ്രസ് രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുമ്പോൾ അതിന് ശക്തിയും കരുതലുമായി പിന്നിലുള്ളത് ശക്തരായ സ്ഥാനാർത്ഥികളാണ്. മുതിർന്ന നേതാക്കളും യുവ നേതാക്കളും ശക്തരായ വനിതാ നേതാക്കളും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുമ്പോൾ മറ്റു പാർട്ടികൾക്ക് അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നതിൽ സംശയമൊന്നും വേണ്ട. ഇത്തരത്തിൽ ശക്തരും വ്യത്യസ്തരുമായ നിരവധി സ്ഥാനാർത്ഥികളെ കുറിച്ച് ഇതിനോടകം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇക്കൂട്ടത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കരിക്കകം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ഒരു യുവ വനിതാ സ്ഥാനാർത്ഥി കൂടിയുണ്ട്. 24 വയസ്സുകാരിയായ മറ്റൊരു UDF ജെൻസി സ്ഥാനാർത്ഥി ദേവിക സുനിൽ. പക്വതയും വിദ്യാഭ്യാസവും നേതൃത്വ പാഠവും അതിലേറെ കഴിവും നിരീക്ഷണ ബോധവുമുള്ള ദേവിക സുനിൽ കരിക്കകം വാർഡിൽ നിന്നും ജനവിധി തേടുമ്പോൾ ലക്ഷ്യം ഒന്നു മാത്രം: കഴിഞ്ഞ 10-15 വർഷമായുള്ള BJP LDF ഭരണത്തിൽ നിന്നും കരിക്കകം വാർഡിനെ രക്ഷിക്കുക. കഴിഞ്ഞ 10 വർഷമായി BJP ഭരിക്കുന്ന വാർഡിലെ വികസന മുരടിപ്പുകൾ നിരത്തിയാണ് ദേവികയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. കരിക്കകം വാർഡിനെ സംബന്ധിച്ച് ജാതി, പാർട്ടി, വ്യക്തി എന്ന 3 മാനദണ്ഡങ്ങളെയും നോക്കിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രചാരണത്തിലൂടെ മാത്രമേ വാർഡിനെ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് കഴിയൂ. അതിനുവേണ്ടി തന്നെയാണ് ദേവിക സുനിലിനെ പോലൊരു സ്ഥാനാർത്ഥിയെ തന്നെ ഈ വാർഡിൽ കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ ആകെ കാർഷിക വ്യാവസായിക രംഗത്ത് ഒരു കാലത്ത് നിർണായകമായ സ്ഥാനം വഹിച്ചിരുന്ന ജലപാതയാണ് പാർവതി പുത്തനാർ. ഇത് കരിക്കകം വാർഡിനോട് ചേർന്നാണ്. വാമനപുരം നദിയെ നഗരവുമായി ബന്ധിപ്പിച്ച മനുഷ്യനിർമ്മിത കനാലായ പാർവതി പുത്തനാറിന്റെ എഞ്ചിനീയറിംഗ് വൈഭവം ഇന്നും അത്ഭുതപ്പെടുത്തുന്നതാണ്. എന്നാൽ കാലക്രമേണ മാലിന്യം ചീഞ്ഞു നാറുന്ന ജലാശയമായി മാറിയ പാർവതി പുത്തനാറിനെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് കൊട്ടിഘോഷിച്ചിട്ടും അതിൽ യാതൊരു പുരോഗതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ 10 വർഷമായി ഭരിക്കുന്ന BJPക്കോ 40 വർഷമായി കോർപ്പറേഷനെയും 2ാം തവണയും അധികാരത്തിലേറി കേരളത്തെ ഭരിക്കുന്ന LDFനോ ഇതുവരെ പാർവതി പുത്തനാറിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. പുത്തനാർ സംരക്ഷണമെന്ന പേരിൽ സർക്കാർ കോടികൾ പ്രഖ്യാപിക്കുമെങ്കിലും സംരക്ഷണം പലപ്പോഴും കടലാസിൽ ഒതുങ്ങുന്നു. ഇതിന്റെ നേർക്കാഴ്ചയാണ് ചെളിയും കുളവാഴകളും അറവു മാലിന്യങ്ങളും മനുഷ്യ വിസർജ്യങ്ങളും നിറഞ്ഞ മാലിന്യപ്പുഴയായ പുത്തനാർ. മാത്രമല്ല, ഇപ്പോഴും കരിക്കകം വാർഡിൽ പൂർത്തിയാകാത്ത നിരവധി റോഡുകളുമുണ്ട്. 2000-ൽ കടകംപള്ളി പഞ്ചായത്ത് കരിക്കകം വാർഡ് ഏറ്റെടുക്കുമ്പോൾ ഡ്രെയിനേജ് സിസ്റ്റം കൊണ്ടുവരാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നെങ്കിലും 2025 അത് വെറും വാഗ്ദാനമായി തന്നെ കിടക്കുന്ന സ്ഥിതിയിലാണ്. മാത്രമല്ല, ഇപ്പോഴും NH റോഡ് കടന്നു പോകുന്ന കരിക്കകം വാർഡിന്റെ പല ഭാഗത്തേക്കും പോകാൻ ഗതാഗത സൗകര്യമില്ലാത്ത അവസ്ഥയുമാണ്. കരിക്കകം ക്ഷേത്രത്തിനടുത്തുള്ള റെയിൽവേ ക്രോസ് മുതൽ ഗുഡ്സ് യാർഡ് വരെയാണ് കരിക്കകം വാർഡ് ഉൾപ്പെടുന്നത്. ഇവിടെ നിന്ന് ബസ് സർവീസ് ഇല്ലാത്തത് ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. ആറ്റിന്റെ കരയാണ് എന്ന പേര് പറഞ്ഞാണ് ഇതുവരെ ഒരു പാർട്ടിയും ഇക്കാര്യത്തിൽ യാതൊരുവിധ താല്പര്യവും കാണിക്കാതെ ജനങ്ങളുടെ പ്രധാന ആവശ്യത്തെ കണ്ടില്ലെന്ന് നടിച്ചത്. ഒപ്പം ഈ വാർഡിൽ നിലവിൽ 2 സ്കൂളുകളാണുള്ളത്. ഒന്ന് കരിക്കകം ഗവൺമെന്റ് സ്കൂളും മറ്റൊന്ന് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്ര ട്രസ്റ്റിന്റെ മാനേജ്മെന്റ് സ്കൂളും. ഇതിൽ സർക്കാർ സ്കൂളിൽ കുട്ടികളില്ല എന്നതാണ് പ്രധാന പ്രശ്നം. LDF സർക്കാർ ഒരുപാട് ഫെസിലിറ്റീസ് കൊണ്ടുവന്നെങ്കിലും കുട്ടികളില്ല എന്നത് ഒരു പ്രശ്നം തന്നെയാണെന്നാണ് ദേവിക പറയുന്നത്. കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് കരിക്കകം വാർഡ് 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കാര്യമായ വികസനങ്ങൾ ഇതുവരെ വാർഡിൽ നടന്നിട്ടില്ല. വെള്ളക്കെട്ട് ഉൾപ്പെടെ രൂക്ഷമായ ഈ വാർഡിൽ ഇനിയും ഭരണമാറ്റം ഉണ്ടായില്ല എങ്കിൽ അത് ഇവിടുത്തെ ജനങ്ങളെയാകും ബാധിക്കുക. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് വാർഡിൽ വികസനങ്ങൾ കൊണ്ടുവരാൻ ദേവികയെ പോലെ ഒരു യുവ നേതാവിന് സാധിക്കുമെന്നാണ് കോൺഗ്രസിന്റെയും വിശ്വാസം. വാഗ്ദാനങ്ങളല്ല, മറിച്ച് അവ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയാണ് ഓരോ ജനങ്ങൾക്കും വേണ്ടത്. അതിന് ദേവിക സുനിലിന് സാധിക്കുമെന്നത് ഉറപ്പുമാണ്. വനിതാ സംവരണ വാർഡ് കൂടിയാണ് കരിക്കകം. മാത്രമല്ല, കരിക്കകം വാർഡ് RSP സീറ്റാണ്. RSPയും കോൺഗ്രസും ചേർന്നാണ് ദേവിക സുനിലിനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതും. ഇത് കോൺഗ്രസിന്റെ മറ്റൊരു തന്ത്രമാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം ദേവികയെ പോലെ പുത്തൻ ആശയങ്ങളും ചിന്താഗതിയും ഉള്ളവർക്ക് മാത്രമേ കരിക്കകം പോലൊരു വാർഡിനെ പ്രതിനിധീകരിക്കാനും ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും സാധിക്കൂ. തെരഞ്ഞെടുപ്പിൽ കന്നി അംഗത്തിനായി കരിക്കകം വാർഡിൽ നിന്നും ജനവിധി തേടുമ്പോൾ തന്റെ ലക്ഷ്യത്തിനൊപ്പം
ജനങ്ങളും ഉണ്ടാകുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് ദേവിക സുനിലും കോൺഗ്രസും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.